ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വികാരി പുന്നമണ്ഡപച്ചൻ, ജസ്റ്റിൻ അച്ഛൻ, എന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, സ്നേഹിതരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് കുടുംബ പ്രതിഷ്ഠാ ദിനമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് എന്നത് ഇവിടെ പറയുകയുണ്ടായല്ലോ. സഭ എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ കുടുംബമാണ്. സഭയുടെ പ്രാദേശിക ഘടകമാണ് പ്രാദേശിക ഇടവക എന്ന് പറയുന്നത്. സഭയിൽ ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. പ്രാദേശിക ഇടവകയിൽ നാം എല്ലാവരും ആരാധനയ്ക്കായിട്ട് കൂടുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിട്ടാണ്. ഒന്ന്, ദൈവവുമായുള്ള സംസർഗം അനുഭവിപ്പാൻ. രണ്ടാമത്, അന്യോന്യമുള്ള കൂട്ടായ്മ അനുഭവിപ്പാൻ. ആദ്യത്തെ ഭാഗം ദൈവസന്നിധിയിൽ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകപ്പെടുന്നു. ആരാധനയായിട്ടുള്ള ദൈവത്തെ പ്രത്യേകമായിട്ട് അനുഭവിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്നതായുള്ള അപ്പവീഞ്ഞുകൾ സ്വീകരിച്ച് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറയുന്നതായുള്ള കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കി തീർക്കുന്നതായിട്ടുള്ള അവസരം. കർത്താവ് പറയുകയുണ്ടായി, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ കർത്താവുമായിട്ടുള്ള ആത്മബന്ധം പുലർത്തുന്നതായുള്ള അവസരത്തിലാണ് അർത്ഥവത്തായിട്ടുള്ള ജീവിതം നയിക്കുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരുന്നത്. കുടുംബങ്ങളുടെ കുടുംബമാണ് പ്രാദേശിക ഇടവക എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. പല ഭവനങ്ങളിലൊക്കെ നാം എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഭക്ഷണമുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. ആരാധന കഴിഞ്ഞ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഇത് മറ്റ് ദിവസങ്ങളിലും പാലിക്കപ്പെടേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇടവയിലുള്ള അന്യോന്യമുള്ള കൂട്ടായ്മ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളുടെ ഇടവകയിൽ പരിചയമില്ലാത്ത ആരും ഉണ്ടാവരുത്. നമ്മളുടെ ഇടവകയിൽ പരിചയമില്ലാത്ത ആരും ഉണ്ടാവരുത്. ഈ ലോകത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നതായിട്ടുള്ള രംഗത്തെ അന്യോന്യം അറിയുന്നതിനായിട്ടും സ്നേഹിക്കുന്നതിനായിട്ടും ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കുന്നതിനായിട്ടും കരുതുന്നതിനായിട്ടും എല്ലാം നമുക്കിടയായിട്ട് തീരേണ്ട ഒരനുഭവത്തിലേക്കാണ് ഇടവക കൂട്ടായ്മയിലൂടെ നാം വളർന്നു വരേണ്ടത്. അതുകൊണ്ട് ഇടവകയിൽ നാം ചേർന്ന് വരുന്ന അവസരത്തിൽ ആരാധന കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മടങ്ങി വീട്ടിലേക്ക് പോകുന്നതായുള്ള സാഹചര്യമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചേർന്ന് വന്നിരിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തെ എല്ലാവരുടെയും പിതാവായിട്ട് കാണുന്നതായുള്ള അവസ്ഥയാണ്. നാം എല്ലാവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തെ വിളിക്കുന്ന അവസരത്തിൽ നാം അന്യോന്യം സഹോദരന്മാരും സഹോദരിമാരുമാണ്. അപ്രകാരമുള്ളൊരു അനുഭവത്തിൽ വളർന്നു വരുവാൻ്റെ കോണം ഇടവകയിലെ അംഗങ്ങളായിട്ട് എല്ലാവർക്കും സാധ്യമായിട്ട് തീരണം. ഞാൻ സാധാരണ ഇടവക സന്ദർശിക്കുമ്പോൾ ഇടവകയിലെ ഔദ്യോഗിക ഭാരവാഹികളൊക്കെ പരിചയപ്പെടുന്ന അവസരത്തിൽ വൈസ് പ്രസിഡന്റിനോട് ചോദിക്കാറുണ്ട്, ഇടവകയിൽ എല്ലാ വീട്ടിലും പോയിട്ടുണ്ടോ? ഒരു ഇടവകയിൽ അവരുടെ ഇടവകങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതിനായിട്ട് ചെയ്തതായുള്ളൊരു ക്രമീകരണം കുടുംബദിനത്തിൽ അവർ പറഞ്ഞു, ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു ഭവനത്തിൽ ഈ ദിവസം പോകുന്നതിനായിട്ട് തിരഞ്ഞെടുക്കണം. ഞാൻ പോയിട്ടില്ലാത്ത വീട്ടിൽ അവിടെയുള്ള ആളുകളെ കാണണം, അവരുമായിട്ട് ബന്ധം പുലർത്തുന്നതിനായിട്ട് ഇടയാവണം. അന്യോന്യം അറിയുക, മനസ്സിലാക്കുക എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതായുള്ള ഒന്നാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച ജീവിതത്തിൻ്റെ മാതൃകയാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് കർത്താവെ പറയുകയുണ്ടായല്ലോ. ആ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ക്രൂശിതനാകുന്നതായിട്ടുള്ള അവസരം, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ
അമ്മ നിൽപ്പുണ്ട്. പിതാവ് അതിനു മുമ്പേ ഈ ലോകം വെടിഞ്ഞതുകൊണ്ട് പിതാവ് ആ ക്രൂസിൻ്റെ ചുവട്ടിലില്ല. എന്നാൽ അങ്ങനെ കുരിശിൽ കിടന്ന് മരിക്കുന്നതായുള്ള അവസരത്തിൽ താഴെ നോക്കി തൻ്റെ അമ്മയെ കണ്ട അവസരത്തിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇതാ നിൻ്റെ മകൻ. തൻ്റെ പ്രിയ ശിഷ്യനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. ഇനി നിങ്ങൾ അന്യോന്യം സ്വീകരിച്ചുകൊണ്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്നാണ് പറയുന്നത്. കാലം ചെയ്ത ഫിലിപ്പോസ് മാർ ക്രിസ്തോസ്റ്റം തിരുമേനി പറഞ്ഞിട്ടുണ്ട്, അനാഥ മന്ദിരം എന്നൊരിക്കലും പറയരുത്. അത് ക്രിസ്തീയമല്ല, മന്ദിരങ്ങളാണ്, എന്ന് പറഞ്ഞാൽ വീടുകളാണ്. അവരെ കരുതുവാനായിട്ട് നാം ഈ ലോകത്തിലുണ്ട്. ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ കരുതുവാനായിട്ടാണ്. അതുകൊണ്ട് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതല്ല അനുഭവത്തിൽ വളരുന്നതിനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞതായിട്ടുള്ള വചനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. എങ്ങനെയാണ് ഒരാളെ അമ്മയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് മകനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നത്? കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അത് നമ്മെ പഠിപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കോവിഡ് വന്നതായിട്ടുള്ള അവസരത്തിൽ നിസ്സഹായരായി തീർന്നതായിട്ടുള്ള മാതാപിതാക്കൾ ഓരോരുത്തരായിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തന്നെ ആശുപത്രിയിൽ അവരെ ആക്കിയ അവസരത്തിൽ വീട്ടിൽ ശേഷിച്ചിരിക്കുന്ന മക്കളാണ്, അവർക്ക് കോവിഡില്ല. അതുകൊണ്ട് അപ്പനെയും അമ്മയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതായുള്ള അവസരത്തിൽ ആ വീട്ടിൽ അവശേഷിക്കുന്നത് മക്കളാണ്. ആരാണ് മക്കളെ നോക്കേണ്ടത്? യാതൊരു സംശയമില്ല. അയൽവക്കക്കാർ ഭക്ഷണത്തിന് സമയമായപ്പോൾ പാത്രത്തിൽ ഭക്ഷണവുമായി വാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് പോകും. അപ്പോൾ ആശുപത്രി കിടക്കുന്ന അവസരത്തിൽ മക്കളെ നോക്കുന്നതായുള്ള ഭാരവും ചുമതലയും ഒക്കെ മാതാപിതാക്കൾക്ക് തോന്നുന്നതായുള്ള സാഹചര്യത്തിൽ അടുത്ത വീട്ടിൽ താമസിക്കുന്നതായുള്ള മാതാപിതാക്കൾക്ക് അപ്പുറത്തെ വീട്ടിൽ അപ്പനും അമ്മയും ഇല്ല, കുഞ്ഞുങ്ങൾ പട്ടിണിയാണെന്നറിയാം, ഭക്ഷണം കൊടുക്കുന്നതിനായിട്ട് ശ്രമിച്ചതായുള്ള കാഴ്ച നാം കണ്ടതായിട്ടുള്ള ഒന്നാണ്. കുടുംബദിനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് വിവാഹമാണ് എന്നത് ഞാൻ രാവിലെ സൂചിപ്പിക്കുകയുണ്ടായി. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായുള്ള ആർക്കും തന്നെ രക്തബന്ധത്തിൽപ്പെട്ട ആരെയും വിവാഹം കഴിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. മെഡിക്കലി നോട്ട് പോസിബിൾ, സഭയെ അനുവദിക്കത്തില്ല. അപ്പോൾ നമുക്ക് രക്തബന്ധത്തിൽ പോലും പെടാത്തതായുള്ള ഒരാളെ പുറത്തുനിന്ന് ഒരാൾ നാം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു ബന്ധമാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തിലൂടെയാണ് നാം രക്തബന്ധത്തേക്കാൾ വലിയൊരു ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. സ്നേഹമാണ് അതിനെല്ലാം ആധാരം. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് നമ്മെ ദൈവം ആക്കുന്നതായിട്ടുള്ള അവസ്ഥ നമ്മെ പഠിപ്പിക്കുന്നതായുള്ളൊരു പാഠമുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പാഠമാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ജീവിതത്തിൻ്റെ സഖിയായി, ഇണയായി, തുണയായി ഒക്കെ സ്വീകരിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത അപരിചിതൻ എന്ന് പറയുന്നതായുള്ള ഒരാളിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ നമുക്ക് സാധ്യമായിട്ട് തീരണം. ആർഷഭാരതത്തിൻ്റെ പഴയകാല ജീവിതത്തേക്കൊക്കെ നോക്കുന്ന അവസരത്തിൽ ഈ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത് നാം ക്ഷണിച്ചിട്ടല്ല, അതിഥിയായിട്ട് വരുന്നു എന്ന് പറയുന്നതെല്ലാം ക്ഷണിക്കാതെ വരുന്നതായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ക്ഷണിക്കാതെ വീട്ടിൽ വരുന്നതായുള്ള ആളുകളെ അതിഥികളെ പോലെ തന്നെ സൽക്കരിക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. അതിഥി സൽക്കാരം മറക്കരുത്. നമുക്കുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കും. പണ്ട് കാലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പോകുന്നതായുള്ള ആളുകൾ എവിടെയെങ്കിലും ചെല്ലുകയാണെങ്കിൽ രാത്രിയാകുമ്പോൾ അവർക്ക് കിടക്കാനായിട്ട് മുറി കൊടുക്കും. അവർക്ക് വസ്ത്രം കൊടുക്കണമെങ്കിൽ വസ്ത്രം കൊടുക്കും, തോർത്ത് കൊടുക്കണമെങ്കിൽ തോർത്ത് കൊടുക്കും. ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതായുള്ളൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ലോകത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് നാം ക്ഷണിക്കാതെ വീട്ടിൽ വരുന്ന ആരെയും സ്വീകരിക്കാറില്ല. പറഞ്ഞിട്ട് വേണം വരാൻ എന്നത് നമ്മൾ വേണേൽ ഓർമ്മിപ്പിക്കും. പറയാതെ വീട്ടിൽ വരുന്നതായുള്ള ആളിനെ അതിഥിയെ പോലെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതായുള്ളൊരു പാരമ്പര്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് എന്നത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളുടെ ഇടവകയിൽ അന്യോന്യം അറിയുന്നതായുള്ള അവസരത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഒരു നല്ല സാക്ഷിയായിട്ട് ജീവിപ്പാൻ ഇടയാവുന്നത് ഈ വലിയ സമൂഹത്തിൽപ്പെട്ട ആരെയും സ്വീകരിക്കുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരണം. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്.
എങ്ങനെയാണ് ശത്രുത പുലർത്തുന്നതായിട്ടുള്ള ഒരാളിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നത്? ഫൊർഗെറ്റ്, ഫൊർഗീവ്, റെക്കൺസൈൽ. 3 കാര്യങ്ങൾ. മറക്കുന്നതിനായിട്ട്, ക്ഷമിക്കുന്നതിനായിട്ട്, അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ സാധ്യമായിട്ട് തീരണം. ഇത് സാധ്യമായി തീരുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യം. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ്? അവൻ എന്നോട് ക്ഷമിച്ചത്, അവൾ എന്നോട് ക്ഷമിച്ചാൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതിനെ മറക്കണം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ക്രിസ്തുവിൽ മനസ്സിലാക്കുന്നത്, പാപികളായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് നമുക്ക് കൃപയാൽ നൽകിയിരിക്കുന്നതാണ്, നമ്മളുടെ അർഹത കൊണ്ടല്ല. അർഹതയില്ലാത്ത നമ്മളെ അർഹതയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് കൃപ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മെ യോഗ്യത ഉള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ജീവിക്കുമ്പോൾ ഈ കൃപയോടുകൂടിയ പ്രവർത്തനം ലോകത്തെ നൽകുവാനായിട്ട് നമുക്കിടയായിട്ട് തരണം. ക്രൈസ്തവ സഭയുടെ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ നല്ല സാക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ചികിത്സിക്കാൻ രോഗികളായിട്ട് വരുന്ന എല്ലാവരെയും ചികിത്സിക്കുന്നതിനായിട്ട് സാധിക്കും, ഹോസ്പിറ്റൽ മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രി. 2, ഒരു പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം പഠിപ്പിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടും. അവർ പഠിക്കണം, നല്ലതായിട്ട് വളർന്നു വരണം, ഓരോരോ സ്ഥാനങ്ങൾ പ്രവേശിക്കുന്നതിനായിട്ട് ഇടയാവണം. അതുകൊണ്ട് നമ്മളുടെ ഭവനത്തിൽ ഉൾപ്പെട്ട ആളല്ലെങ്കിലും, നമ്മളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളല്ലെങ്കിലും മറ്റുള്ളവരെ അന്യർ എന്ന് കരുതാതെ സ്വന്തമെന്ന് കരുതി എങ്ങനെ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ സാധ്യമായിട്ട് തീരുമോ അതാണ് ക്രിസ്തീയ സാക്ഷ്യമായിട്ട് പരിണമിക്കുന്നത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ സോമവെലിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഡോക്ടർ സോമവെൽ അമേരിക്കയിൽ പഠിച്ച നല്ല ഡിഗ്രിയോടുകൂടി പാസ്സായതായിട്ടുള്ളൊരു ഡോക്ടറാണ്. അങ്ങനെ പാസ്സായ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഹിമാലയത്തിലൊന്ന് കയറുന്നതിനായിട്ട് സാധിക്കണം. അദ്ദേഹം വന്നു. മഞ്ഞ് കഠിനമായിരുന്നുകൊണ്ട് അധികം കയറുന്നതിനായിട്ട് സാധിച്ചില്ല. തൻ്റെ മാതാപിതാക്കൾ നെയ്യൂർ ഡോക്ടേഴ്സായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അവിടേക്ക് പോയി മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്നതിനായിട്ട്. അവിടെ ചെന്നിറങ്ങിയതായിട്ടുള്ള അവസരത്തിലാണ് സോമവെലിനെ മനസ്സിലായത് ഈ പ്രദേശത്തുള്ളവരെല്ലാം പാവപ്പെട്ടതായിട്ടുള്ള ആളുകളാണ്, ദരിദ്രരായിട്ടുള്ള ആളുകളാണ്. അവർക്കൊന്നുമില്ല, ഉടുതുണി അല്ലാതെ വേറൊരു തുണിയില്ല, ആഹാരത്തിനായിട്ട് വകയില്ല. ആശുപത്രി വരുന്നവരെല്ലാം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നത്. സോമവെൽ നേരിട്ട് കാണുകയാണ്. ഒരു സർജറി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതായുള്ള ഡോക്ടറെ കാണാനായിട്ട് അവിടെ തെങ്ങിക്കൂടി ആളുകൾ നിൽക്കുകയാണ്. അവരെല്ലാം പരിശോധിച്ച് അവർക്ക് വേണ്ടതായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് സോമവെൽ അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ തനിക്കൊരു ജോലിയൊക്കെ അവിടെ തരപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വേണ്ട എന്ന് വെച്ചു. തൻ്റെ ജോലി വേണ്ട എന്ന് വെച്ചു. ദൈവം നൽകിയതായുള്ള നിയോഗത്തെ ഏറ്റെടുത്ത് നെയ്യൂരേക്ക് മടങ്ങി വന്നു. അവിടെയുള്ള ജനത്തെ സ്നേഹിച്ച് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായിട്ട് സാധിച്ചു. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിലാണ് കേരളത്തിൻ്റെ ഒരു പ്രായമുള്ളതായുള്ള അപ്പച്ചനെ സുഖമില്ലാതെ അവിടെ കൊണ്ടാക്കുന്നതിനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. സോമവെലിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് കൊണ്ടുപോയി ആക്കിയതാണ്. സോമവെൽ അദ്ദേഹത്തെ പരിശോധിച്ചെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും വൈകിട്ട് അവരുടെയൊക്കെ അടുത്ത് നിന്ന് കുശലം അന്വേഷിക്കുകയും അവരോട് അവരുടെ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും വേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി തനിക്കറിയാവുന്ന ഗാനങ്ങളൊക്കെ പാടിക്കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷഗ്വരനായിരുന്നു. അങ്ങനെ ഈ പ്രായമുള്ള ആളിനെ സൗഖ്യമായി അവിടെ നിന്ന് മടങ്ങി വീട്ടിലേക്ക് പോകണം, ആലപ്പുഴയ്ക്ക് പോകണം. അങ്ങനെ ആലപ്പുഴയ്ക്ക് പോകുന്നതിനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ ഡോക്ടർ സോമവെൽ പറഞ്ഞു, നിങ്ങൾ തന്നെ പോകണ്ട, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാം. തൻ്റെ സ്വന്തം കാറിൽ അദ്ദേഹത്തെ കയറ്റി ആലപ്പുഴ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അവിടെ ചെന്ന അവസരത്തിൽ ഈ ഡോക്ടർ സോമവെലിന് കൊടുക്കാനായിട്ട് കയ്യിലൊന്നുമില്ല. അപ്പോൾ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് പാടില്ല. ഉടനെ അദ്ദേഹത്തിൻ്റെ കാലുകളൊക്കെ തൊട്ടി വന്നിക്കുന്നതിനായിട്ട് ഒരുമ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ ഉയർത്തി എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഞാനിത് നിങ്ങൾക്ക് ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ക്രൂസിൽ ജീവൻ വെടിഞ്ഞതായുള്ള കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നൽകി തന്നതായുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലമായിട്ട് ഞാൻ ചെയ്യുന്നതായുള്ള ശുശ്രൂഷയാണ്. നിങ്ങളെ ഒരു രോഗിയായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്, നിങ്ങളെ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും മനുഷ്യത്വത്തോടു കൂടി മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് മുന്നമേ തന്നെ കണ്ടുകൊണ്ട് അത് നൽകിത്തരുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെയാണ് നിങ്ങളെ ഞാൻ ആലപ്പുഴ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നതിനായിട്ട് പരിശ്രമിച്ചത് എന്നത് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യം എപ്രകാരമുള്ളത് എന്നത് ഈ കുടുംബ ദിന പ്രതിഷ്ഠയിൽ നമ്മോട് ചോദിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് പറയും? ഞാനൊരു മെത്രാസിനായിട്ട് ആദ്യമേ കോഴിക്കോട് ഭദ്രാസനത്തിലാണ് പോയത്. അവിടെ ഉള്ള ഇടവുകളിലൊക്കെ ചെറിയ ചെറിയ ഇടവുകളാണ്, അവിടെയൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇടവുകളാണ്. അവിടെയുള്ള ഇടവുകളൊക്കെ സന്ദർശിക്കുന്നതായുള്ള അവസരത്തിൽ ഒരു ചെറിയ ഇടവയിൽ ചെന്നു. അതിൻ്റെ പേര് തന്നെ കാട്ടിൽ പോയി എന്നതാണ്. എന്ന് പറഞ്ഞാൽ കാടാണ് മുഴുവൻ. ആ പ്രദേശത്ത് പോയി കുടിയേറി പാർക്കുന്നതായിട്ടുള്ള ആളുകൾ താമസിക്കുന്നതായുള്ള സ്ഥലം. അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, തിരുമേനി ഒരു ഡേറ്റ് എനിക്ക് തരണം, വീണ്ടും ഈ ഇടവകയിൽ വരണം. ഞാൻ ചോദിച്ചു, അറിയുന്നില്ല, ഞാനിപ്പോൾ വന്നതല്ല ഉള്ളൂ, വന്നു പോകുകയല്ലേ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു പ്രത്യേക ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നാ ആവശ്യം? അപ്പോൾ കഥയുടെ ചുരുളുകളൊക്കെ തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഇടവയിലെ ഒരു കുടുംബം, ആ കുടുംബത്തിനടുത്ത് ഒരു ആശാരി കുടുംബമൊക്കെ താമസിക്കുന്നുണ്ട്. ഈ കുടുംബത്തിലെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്നതായുള്ള അവസരത്തിൽ ഈ ആശാരി കുടുംബത്തിലെ സ്ത്രീയെ എപ്പോഴും വളരെയധികം സന്തോഷവതിയായിട്ട് കാണപ്പെട്ടു. ഈ വ്യത്യാസം ഭർത്താവെ കണ്ടതായിട്ടുള്ള അവസരത്തിൽ, ഭർത്താവ് മദ്യപിച്ചൊക്കെയാണ് പലപ്പോഴും വീട്ടിൽ വരുന്നത് പലത്തെ അധ്വാനത്തിന് ശേഷം. അങ്ങനെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ സ്ത്രീ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടു കൂടിയൊക്കെ ഇടപെടുന്ന രീതി കണ്ടതായുള്ള അവസരം, എന്താണ് നിന്നിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ പ്രാർത്ഥന കേട്ട് പലപ്പോഴും പ്രാർത്ഥനയിൽ അതിൻ്റെ ഭാഗമായി തീരുന്നത് കൊണ്ടാണ്. ഒരു പ്രാവശ്യം ആ സ്ത്രീയെ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ വരാന്തയിലിരുന്ന് ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കൊള്ളട്ടെ. അവർ പറഞ്ഞു, നീ വരാന്തയിലൊന്നും ഇരിക്കണ്ട, ഞങ്ങളോട് കൂടി അകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് അനുവദിക്കുന്നു. ഇത് ഈ ഭർത്താവ് മനസ്സിലാക്കിയ അവസ്ഥയിൽ ഭർത്താവ് പറഞ്ഞു, എനിക്കും കൂടെ നിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ അവർ രണ്ടുപേരും ആ വീട്ടിൽ പോയി പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊണ്ടു. അവരുടെ ജീവിതത്തിന് ശാന്തമായി സമാധാനമായി അങ്ങനെ ജീവിക്കുന്നതായുള്ള അവസരത്തിൽ ആ കുടുംബത്തിലുള്ള നാഥൻ പറഞ്ഞു, നമുക്ക് ഇവരെല്ലാം ആരാധിക്കുന്നതായുള്ള ഇടവയുടെ ഭാഗമായിട്ട് തീരാം. അപ്പോൾ അവരെ ഇടവയിലേക്ക് ചേർക്കുന്നതിനാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് വീണ്ടും വരണം എന്നത്. ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവസന്നിധി നിരക്കുന്നതായുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നതായുള്ള സാക്ഷ്യമാണ്. അങ്ങനെ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നുണ്ടോ എന്നാണ് നമ്മളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുള്ളത്. നാം സ്നേഹബന്ധം അറിയുന്നു, ദൈവം നൽകുന്നതായുള്ള മക്കളെ വളർത്തുന്നു, നമ്മുടെ വീട്ടിൽ മരുമക്കൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നു. അതെല്ലാം ചെയ്യുവാനായിട്ട് അറിയാവുന്നതായുള്ള നമുക്ക് എന്തുകൊണ്ടാണ് ലോകത്തുള്ള മറ്റുള്ളവരെയും ദൈവസ്നേഹത്തിൽ തന്നെ സ്നേഹിപ്പാനായിട്ട് കഴിയാതെ പോകുന്നത്? കമ്പളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്നുള്ളതായുള്ളൊരു പുസ്തകം ഇന്ന് വളരെയധികം പ്രചാരത്തിലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. അതെഴുതിയതായിട്ടുള്ള മനുഷ്യൻ അവരെ കമ്പളിക്കണ്ടം എന്നുള്ള പേര് തന്നെ ഓർപ്പിക്കുമല്ലോ, നല്ല തണുപ്പുള്ളതായുള്ള മല കയറി അവിടെ പോയി പാർത്തതായിട്ടൊരു കുടുംബമാണ്, കുടിയേറി പാർത്തതായിട്ടുള്ള കുടുംബമാണ്. അവിടെ അവരെ പാർക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ മനുഷ്യന് ആ വീട്ടിലെ ഗൃഹനാഥൻ എന്ന് പറയുന്ന ആൾ മദ്യപിച്ചിട്ടേ വീട്ടിൽ വരികയുള്ളൂ. വന്നാൽ ഉടനെ കൈ നീർത്ത് ഒരടിയാണ് കൊടുക്കുന്നത്, ചെള്ളക്കെട്ട് ഭാര്യ അത് കേട്ട് കൊണ്ടുകൊണ്ട് അനുഭവിച്ച് ദുഃഖിച്ച് അവസാനം മക്കൾക്കൊക്കെ നേരത്തെ അത്താഴമൊക്കെ കൊടുക്കും. എന്നിട്ട് ആ കാട്ടിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ബെഡൊക്കെ വിരിച്ച് പിള്ളേരെ അവിടെ കിടത്തിയിട്ട് ആണ് തിരിച്ചും വീട്ടിൽ വരുന്നത് ഇദ്ദേഹം വരുമ്പോൾ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ സ്വീകരിച്ചതായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസം മനസ്സിലായി, ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തെ പുലർത്താൻ എനിക്ക് സാധിക്കത്തില്ല, 4 മക്കളുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാനങ്ങ് മലബാറിലോട്ട് പോവുകയാണ്. ഞാൻ മലബാറിലോട്ട് പോയി കുറച്ച് നാൾ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചിട്ടേ മടങ്ങി വരാം. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് വിചാരിച്ചുകൊണ്ടായി പോകുന്നത്? 4 മക്കളെ എൻ്റെ കയ്യിൽ തന്നിട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തിൽ ഉറച്ച ഒരാളായിരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയതിന് ശേഷം ഏകദേശം 12 സംവത്സരങ്ങൾ ശേഷം മടങ്ങി വരികയാണ്. നേരത്തേക്ക് മക്കളൊക്കെ വളർന്നു, അവരൊക്കെ പഠിച്ചു, ഓരോരോ സ്ഥാനത്തായി. ആ അവസരത്തിൽ ഈ പിതാവിനെ ഗൃഹനാഥനെ വീട്ടിൽ സ്വീകരിക്കണമോ വേണ്ടായോ? വീട്ടുകാരൊക്കെ പറഞ്ഞു സ്വീകരിക്കണം. അപ്പോൾ മക്കളെ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ ഞങ്ങളൊരു അപ്പനില്ലാതെ
അപ്പനില്ലാത്ത മക്കൾ എന്ന പേരോടുകൂടി ഞങ്ങൾ വളർന്നു വന്ന അവസരത്തിലൊന്നും ആരും ഞങ്ങളെ നോക്കിയില്ലല്ലോ. അതുകൊണ്ട് സ്വീകരിക്കേണ്ട എന്നത് മക്കൾ അമ്മയോട് പറയുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളെ എനിക്ക് ദാനമായിട്ട് നൽകിയത് ദൈവം ഈ അപ്പനിലൂടെയാണ്. എനിക്ക് അപ്പനെ തിരസ്കരിക്കാൻ സാധിക്കത്തില്ല. അപ്പനിപ്പോഴും എനിക്ക് സുന്ദരനാണ്, അദ്ദേഹത്തെ സ്വീകരിക്കണം. ജീവിതത്തിൽ അപ്രകാരം മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ്റെ കോണം, വീണ്ടെടുക്കുവാൻ്റെ കോണം, റെസ്റ്റോർ ചെയ്യുവാൻ്റെ കോണം സാധിക്കുന്ന സ്നേഹത്തെ തിരിച്ചറിയുവാൻ ക്രിസ്തീയ കുടുംബത്തിലുള്ള നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ എന്നതാണ് നാം ചോദിക്കേണ്ടത്. മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടുപോയിട്ടുണ്ട്, കൊള്ളുകലാത്തതാണ്, ഇതെല്ലാം പറയുന്നത് നമുക്ക് സാധിക്കും. ജഡ്ജ് ചെയ്യുന്നതിനായിട്ടല്ല, വീണ്ടെടുക്കുന്നതിനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരെ മനുഷ്യരായിട്ട് കരുതി സ്വീകരിക്കുവാനായിട്ട്, ദൈവമക്കളായിട്ട് കരുതി ദൈവസേനയിൽ നിർത്തുവാനായിട്ട് എപ്പോൾ സാധ്യമായിട്ട് തീരും എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം മലയാള മനോരമയിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വായിച്ചിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് പറയുന്നത് ഒരു സുനാമി വന്നതായുള്ള അവസരത്തിൽ ജപ്പാൻ്റെ കിഴക്കേ തീരത്തുള്ളതായിട്ടുള്ളൊരു ഭവനം, ഭാര്യ ഒരു ബാങ്കിൽ ജോലി ചെയ്യാണ്. ഭാര്യ ബാങ്കിൽ നിന്ന് ഭർത്താവിനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ, എനിക്ക് വീട്ടിൽ പോകണം, സമയമായി എന്നെ പറഞ്ഞ് ഫോൺ താഴെ വെച്ചതിന് ശേഷം അവളെയും കണ്ടിട്ടില്ല, അവളുടെ ശബ്ദവും പിന്നെ കേട്ടിട്ടില്ല. സുനാമി വന്ന് അവളെ നശിപ്പിച്ചു. ആയ കാലമൊക്കെയും കുറേയേറെ വർഷങ്ങൾ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി തന്നെ ഭാര്യ അവിടെ എങ്ങാനും ഉണ്ടോ എന്നത് തിരക്കുന്നുണ്ട്, ഭാര്യയെ വീണ്ടും കിട്ടുവാനായിട്ട്. കിട്ടിയില്ല. അവസാനം നീന്തൽ പഠിക്കുന്നുണ്ട്, കടലിൻ്റെ അഗാധത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കടലിനടിയിലെങ്ങാനും അവളുണ്ടോ എന്ന് നോക്കാനായിട്ട്. അങ്ങനെ ആഴ്ചതോറും കടലിലേക്ക് നീന്തലിനായിട്ട് പോകുന്നതായുള്ളൊരു മനുഷ്യനെ ചിത്രീകരിച്ചുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അവിടെ പറയുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ജീവിതത്തിന് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരിക്കണം. എന്ത് നിശ്ചയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്? എന്ത് നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമുക്ക് ജീവിക്കുന്നതിനായിട്ട് സാധിക്കുന്നത്? ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. അത് കുഞ്ഞുങ്ങൾക്കാണേലും യുവജനങ്ങൾക്കാണേലും കുടുംബങ്ങൾക്കാണേലും ജീവിതത്തിന് ജീവിക്കുന്നതിലൊരു പർപ്പസ് ഉണ്ടാവണം. എന്നാൽ അന്യോന്യം കടപ്പെട്ടിരിക്കുന്നതായുള്ള ആളുകളാണ്, നമുക്ക് അന്യോന്യം വേണ്ടതാണ്. ആ ഒരു വലിയ മർമ്മ പ്രധാനമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് വിവാഹ ജീവിതത്തിലൂടെ നമ്മെ പഠിക്കുന്നത്. അങ്ങനെ നമുക്ക് അന്യോന്യം വേണ്ടതായിട്ടുള്ള അവസരം നമുക്ക് എല്ലാവർക്കും അറിയാം. മരണം വരുന്നതായുള്ള ദിവസമുണ്ട്, ഒരാൾ മാറ്റപ്പെടും, ആരെങ്കിലും ഒരാൾ മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുന്നതായുള്ള അവസരത്തിൽ ജീവിതത്തിൽ ലഭിച്ചതായുള്ള ദൈവത്തിൻ്റെ ദാനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുവാനായിട്ട് സാധിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ വഴിനിർത്തിയെന്ന് കുടുംബമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്നുള്ളതായുള്ള ജീവിതം ധൈര്യത്തോടും ആഴമേറിയ വിശ്വാസത്തോടും ഉറപ്പുള്ള പ്രത്യാശയോടും കൂടി ജീവിക്കുവാൻ ഇടയായി തീരുമ്പോഴാണ് കുടുംബ ജീവിതത്തിന് നല്ല സാക്ഷ്യമുള്ള ജീവിതമായിട്ട് തീരുന്നത്. പ്രയാസങ്ങളുടെ മധ്യത്തിലും കഷ്ടയുടെ നടുവിലും പാടുവാനായിട്ട് ഇടയായിട്ട് തീരണം. പ്രയാസങ്ങളുടെ മധ്യത്തിൽ ക്രൂശിതനായ യേശുവിനെ കാണുന്നതിനായിട്ട് ഇടയാവണം. യേശു അനുഭവിക്കാത്തുള്ള യാതൊരു യാതനകളും യാതൊരു പ്രയാസവും നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. നമുക്ക് മുമ്പേ കടന്നുപോയതായുള്ള യേശുവിൻ്റെ പിന്നാലെ അവൻ്റെ ചുവടുകളെ കണ്ടുകൊണ്ട് നമുക്ക് ചുവടുകൾ വയ്ക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അർത്ഥവത്തായുള്ള കുടുംബജീവിതം നയിക്കുന്നതിനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള അനുഗ്രഹീത കുടുംബജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെല്ലാം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.